ജനുവരി 16-ന് കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ. പെൺകുട്ടി 1 വർഷത്തോളം പീഡനത്തിനിരയായെന്നും മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നെന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. അതേസമയം കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അമ്മയുടെ മൊഴി. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് ആരാണ് പീഡിപ്പിച്ചത് എന്നതിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് എളമക്കര പോലീസ്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു കുട്ടിയെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം പിതാവ് ആത്മഹത്യ ചെയ്യുന്നു. അതിനും അപ്പുറത്തേക്ക് ആ കുഞ്ഞ് കഴിഞ്ഞ 1 വർഷമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിൽ വരുന്നു. പോലീസ് പറയുന്നത് എന്താണ് ഈ കേസിൽ? ഗൗതം, നേരത്തെ തന്നെ ഈ ഒരു മരണത്തിൽ വലിയ സംശയങ്ങൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകൾ കണ്ടെത്തി. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുമ്പോഴാണ് ആ ഒരു സംഭവം ഒന്നുകൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടി ക്രൂരമായ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയായിരുന്നു എന്ന വിവരം തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പെൺകുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. ആരാണ് ഈ ഒരു പീഡിപ്പിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചു എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കുട്ടിയെ ഒപ്പം തന്നെ അച്ഛനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിയെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലും കുട്ടിയുടെ അച്ഛൻ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് അമ്മയാണ് പുറത്ത് ഡ്യൂട്ടിക്ക് പോയിരുന്ന അമ്മ തിരിച്ചു വന്നപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അയൽവാസികളെ അടക്കം വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. മറ്റാരെങ്കിലും വീട്ടിൽ ആ സമയം എത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ അന്വേഷണവും നടക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ മദ്യപാനിയാണ്, ആയിരുന്നു എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ എളമക്കര പോലീസ് കടന്നിട്ടുള്ളത്. ശരി ജിജീഷ്, എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതായ വെളിപ്പെടുത്തൽ ആണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുള്ളത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ കുട്ടി തുടർച്ചയായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങളുമായി ചേർന്നത്.